മലയാള മനോരമ എന്നൊരു വർത്തമാന പത്രം കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വർത്തമാന പത്രത്തെക്കുറിച്ച് അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വർത്തമാന പത്രമാണ് മലയാള മനോരമ എന്നും നമുക്കറിയാം. 100 വർഷങ്ങൾക്കപ്പുറം കോട്ടയത്തെ കണ്ടത്തിൽ മാമൻ മാപ്പിള എന്ന് പറയുന്ന ബഹുമാന്യൻ തുടങ്ങിയതാണ് മലയാള മനോരമ എന്ന് പറയുന്ന വർത്തമാന പത്രം. അന്ന് പഴയ അച്ചടി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു ചവിട്ടുന്ന അച്ചടി മെഷീൻ ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ ഒരു പത്രമാണ്, വർത്തമാന പത്രമാണ് മലയാള മനോരമ. ആധുനിക കാലത്ത് മലയാള മനോരമ എന്ന് പറയുന്ന വർത്തമാന പത്രമാണ് അതിൻ്റെ മറ്റു പ്രസിദ്ധീകരണങ്ങൾ ചാനലുകളും മറ്റുമൊക്കെ വളർന്ന് പന്തലിച്ച് മലയാളികളെ അങ്ങനെ കോൾമയുർ കൊള്ളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് അവരുടെ അഭിമാനമാണ് മലയാള മനോരമ എന്ന് പറയുന്ന പത്രം. ക്രൈസ്തവരെ സംബന്ധിച്ച് അവർ വായിച്ചിട്ടില്ല എങ്കിലും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന പത്രമാണ് മലയാള മനോരമ. ക്രൈസ്തവർക്ക് ദീപിക, രാഷ്ട്രദീപിക തുടങ്ങിയ നിരവധി മുഖപത്രങ്ങളുണ്ട് എങ്കിലും മലയാള മനോരമ വായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മലയാള മനോരമ വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് വീക്ഷണം എന്ന പേരിൽ ഒരു മുഖപത്രമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. എന്നാൽ വീക്ഷണം എന്നത് കോൺഗ്രസിൻ്റെ മുഖപത്രമാണ് എന്ന് അറിയാത്ത കോൺഗ്രസ്സുകാരുമുണ്ട്. ഏതായാലും കോൺഗ്രസ്സുകാർ ഏത് തരത്തിൽപ്പെട്ടതാണെങ്കിലും ജാതിമത ഭേദമന്യേ വായിച്ചിട്ടില്ലെങ്കിലും വാങ്ങിക്കുന്ന ഒരു പത്രമാണ് മലയാള മനോരമ എന്ന് നമുക്കറിയാം. പത്രം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ലാഭം കൊയ്യുന്ന ഒരു പത്രമാണ് മലയാള മനോരമ. അതിന് കാരണം ആ പത്രത്തിന് കിട്ടുന്ന പരസ്യങ്ങളാണ്. പരസ്യങ്ങളിലൂടെ കോടികളാണ് മലയാള മനോരമ എന്ന് പറയുന്ന പത്രം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പത്രം അച്ചടിക്കുന്നതിന് മുമ്പ് തന്നെ, വായനക്കാരിലെത്തുന്നതിന് മുമ്പ് തന്നെ ഈ പത്രം വലിയ സാമ്പത്തിക ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. മലയാള മനോരമയ്ക്ക് വർത്തമാന പത്രം എന്നതിനേക്കാൾ ഒരു വാരികയുണ്ട്. അതിൻ്റെ പേര് മനോരമ എന്ന് തന്നെയാണ്. ഒപ്പം കുട്ടികൾക്ക് വേണ്ടി ബാലരമ എന്നൊരു പ്രസിദ്ധീകരണമുണ്ട്. വനിത എന്ന പേരിൽ സ്ത്രീകൾക്ക് വേണ്ടി മറ്റൊരു പ്രസിദ്ധീകരണമുണ്ട്. ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രസിദ്ധീകരണങ്ങളിലൂടെ മലയാളികളുടെ ബോധമനസ്സിനെ, വായന മണ്ഡലത്തെ പരിപോഷിപ്പിച്ചിട്ടുള്ള 100 വർഷമായിട്ട് പരിപോഷിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പത്രഭീമനാണ് മനോരമ എന്നും നമുക്കറിയാം. മനോരമയുടെ കാര്യത്തിൽ ഒരു വർത്തമാന പത്രം ഏതാനും വാരികകൾ, മാസികകൾ എന്നിവകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരം എന്ന് പറയുന്നത്. MRF പോലെയുള്ള ടയർ ഫാക്ടറികൾ, അതുപോലെ വിവിധങ്ങളായ എസ്റ്റേറ്റുകൾ, കേരളത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്ന എസ്റ്റേറ്റുകൾ തുടങ്ങി വിവിധ വ്യാപാര, വ്യവസായ, വാണിജ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച് കോടികൾ കൊയ്യുന്ന ഒരു മാധ്യമ ഭീമനാണ് മനോരമ എന്നും നമുക്കറിയാം. പണ്ടുകാലത്ത് പല വ്യക്തികളിൽ നിന്നും, ട്രസ്റ്റുകളിൽ നിന്നുമൊക്കെ ഭൂമിയും മറ്റും പാട്ടത്തിനടുത്ത് അതിനകത്ത് വലിയ വലിയ എസ്റ്റേറ്റുകൾ സ്ഥാപിച്ച് ഇന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ ഭീമനാണ്, അല്ലെങ്കിൽ പുസ്തക മുതലാളിയാണ് മലയാള മനോരമ എന്നും നമുക്കറിയാം. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ 100 വർഷങ്ങൾക്ക് മുമ്പെല്ലാം പാട്ടത്തിലൂടെയും മറ്റും കൈവശം വെച്ച് പോരുന്ന ഭൂമികളിൽ പലതിലും ഇന്ന് ഉടമസ്ഥാവകാശ തർക്കങ്ങളുണ്ട്. അപ്രകാരമുള്ള പല ഭൂമികളും നിയമത്തിൻ്റെ പിൻബലത്തിൽ, നിയമത്തിൻ്റെ നൂലാമാലകളുടെ ഒരു തണലിൽ
സ്വന്തമാക്കി വെച്ച് യഥാർത്ഥ ഉടമകൾക്ക് തിരിച്ചു കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുള്ള ഒരു ചരിത്രവും മലയാള മനോരമക്കുണ്ട്. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലെ പന്തലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മനോരമയുടെ ഉടമസ്ഥതയിൽ ഒരു എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അത് പന്തലൂർ ദേവസ്വം ബോർഡിന്റെ വക ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദേവസ്വം വക ഭൂമി ഇവർ പാട്ടത്തിനെടുത്തതാണ്. നിലവിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് മനോരമ. അതിന്റെ പേരിൽ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. നിരവധി കേസുകളുണ്ട്. ആ കേസുകൾക്കൊന്നും ഇന്നും തീർപ്പായിട്ടില്ല. കുറച്ച് ഭൂമിയൊക്കെ ദേവസ്വം വക ഭൂമിയിലേക്ക് തിരിച്ച് ഗവൺമെന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കോടതി ഉത്തരവ് പ്രകാരം. എന്നിരുന്നാലും ഈ കേസൊന്നും എവിടെയും എത്താതെ ഇന്നും തുടരുകയാണ്. അന്ന് കൈവശപ്പെടുത്തിയ ഭൂമിയുടെ 90% ഇന്നും മനോരമ അനധികൃതമായിട്ട് കൈവശം വെച്ച് വരുത്തുകയുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മനോരമ എന്ന് പറയുന്ന ഈ മാധ്യമ ഭീമനും തുടർന്നു വരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ആധുനിക കാലത്ത് പത്രം വായിക്കുക, അതുപോലെ തന്നെ വാരികകൾ വായിക്കുക, മാസികകൾ വായിക്കുക തുടങ്ങിയ സ്വഭാവ സവിശേഷതകളൊന്നും മനുഷ്യർക്കില്ല. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ തലമുറയ്ക്ക് ഇല്ല, കുട്ടികൾക്കില്ല എന്ന് നമുക്കറിയാം. അവർക്ക് അധിക സമയവും ഒന്നുകിൽ ടെലിവിഷന്റെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ മുമ്പിലായിരിക്കും. അതുകൊണ്ട് അവരിലേക്ക് പത്രമാധ്യമം എത്തിക്കുക, വാരിക എത്തിക്കുക, പൈങ്കിളി കഥകൾ എത്തിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ക്ലേശകരമായ ഒരു സംഗതിയാണ്. അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലക്ക് മനോരമ എന്ന് പറയുന്ന പത്ര ഭീമന്മാരും ഡിജിറ്റൽ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് മലയാള മനോരമ എന്ന പേരിൽ തന്നെ ഒരു വാർത്താ മാധ്യമ ചാനലുണ്ട്. അങ്ങനെ പണ്ടുകാലത്ത് അച്ചടിച്ച് മലയാളികളിലേക്ക് വാർത്തകൾ വിളമ്പിയിരുന്ന മനോരമ ഇന്ന് ദൃശ്യമാധ്യമ രംഗത്തിലൂടെ തങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള വാർത്തകൾ മലയാളികൾക്ക് എത്തിച്ചുകൊണ്ട് അവരെ കോൾമയിൽ കൊള്ളിക്കുന്നു. ഒപ്പം മനോരമ എന്ന് പറയുന്ന വാരികക്ക് പകരം മലയാള മനോരമ എന്ന് പറയുന്ന ഒരു വിനോദ ചാനലും ഇവർ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പണ്ട് ഈ വാരികയിലൂടെ വന്നിരുന്ന രക്തരക്ഷസ കഥകളും അതുപോലെ തന്നെ പ്രണയ കഥകളും പ്രണയ നോവലുകളും അപ്രകാരം മലയാളത്തിന്റെ യുവാക്കളെ കൊളുമേറി കൊള്ളിച്ചിരുന്ന പല കഥകളും ചെറുകഥകളും അതുപോലെ തന്നെ തുടർക്കഥകളും മറ്റും ഇന്ന് പരമ്പരകൾ എന്ന വ്യാജേന പരമ്പരകൾ എന്ന് പറയുന്ന ആധുനിക പേര് ഇട്ടുകൊണ്ട് മലയാള മനോരമയുടെ വിനോദ ചാനലിലൂടെ മലയാളികൾക്ക് വിളമ്പി കൊടുക്കുകയാണ്. അപ്രകാരം മലയാളികളെ വാർത്തകളും വിനോദ പരിപാടികളും നോവലുകളും പൈങ്കിളി നോവലുകളും ഒക്കെ കൊടുത്തുകൊണ്ട് പരിപാടികളുമൊക്കെ കൊടുത്തുകൊണ്ട് കോളുമേർ കൊള്ളിക്കുക എന്ന് പറയുന്ന പരിപാടി ഈ ആധുനിക കാലത്തും മലയാള മനോരമ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.